من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ക്രമപ്പെടുത്തണമേ എന്ന് തഖ്വ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ബലിപെരുന്നാളിൻ്റെ ആശംസകൾ എല്ലാവർക്കും ആമുഖമായി നേരുന്നു. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. അല്ലാഹു നമ്മളിൽ നിന്ന് നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്വരമായി കൽപ്പിക്കപ്പെട്ട ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അഅ്ളമുൽ അയ്യാമി ഇൻദല്ലാഹ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്ന ദിവസം യൗമുൻ നഹർ, ബലിയുടെ ദിവസം. ഈ ദിവസം നമുക്കറിയാവുന്നതുപോലെ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ചരിത്രത്തിലേക്കുള്ള ഉയർത്തിനോട്ടവും അതിൽ നിന്ന് വിശ്വാസികൾക്ക് ഊർജവും പാഠവും ഉൾക്കൊള്ളാനും സത്യവിശ്വാസികൾക്ക് സന്തോഷിക്കാനും ആനന്ദിക്കാനുമുള്ളൊരു ദിവസം കൂടിയായിട്ടാണ് ഈ പെരുന്നാളിൻ്റെ ദിവസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിലൂടെ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ഈ ആനന്ദത്തിൻ്റെ ദിവസം, ഈ സന്തോഷത്തിൻ്റെ ദിവസം, അത് ആരാധനയുടെ കൂടി ദിവസമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ പെരുന്നാളിൻ്റെ ദിവസം പോലും നമ്മൾ അത് തുടങ്ങുന്നത് നമ്മുടെ നാവിലെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന തക്ബീറിൻ്റെ ധ്വനികളിലൂടെ, നമ്മുടെ പള്ളിയിൽ വന്നുള്ള നമസ്കാരത്തിലൂടെ, ഒത്തുചേരലിലൂടെ, അതിനുശേഷം നടക്കുന്ന ബലികർമ്മത്തിലൂടെ, അതിലൂടെ നടക്കുന്ന സദഖകളിലൂടെ എല്ലാം അല്ലാഹുവിനേക്ക് സമർപ്പിക്കപ്പെടുന്ന ആരാധനാ കർമ്മങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ഒരു വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന ആഘോഷ ദിവസങ്ങൾ എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ വിശ്വാസികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മനസ്സുകളിൽ തഖ്വ അത് ഊട്ടിയുറപ്പിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ അടിമകൾ ധാരാളമായി വാഴ്ത്താനും മഹത്വപ്പെടുത്താനും അതിലൂടെ വിശ്വാസത്തിന്റെ ഊർജം വിശ്വാസികളുടെ മനസ്സിലേക്ക് എത്തിച്ചേരാനും വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഇന്നത്തെ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആരാധന എന്ന് പറയുന്നത് അത് അല്ലാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നുള്ള വചനങ്ങൾ. അല്ലാഹുവാണ് ഏറ്റവും വലിയവനെന്നും അല്ലാഹുവിനാണ് എല്ലാ സർവസ്തുതിയെന്നും എന്ന് നമ്മൾ ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം എല്ലാ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന ചരിത്രം. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും സംഭവം, അതിന്റെ പേരിലാണല്ലോ ഈ ബലി പെരുന്നാൾ പോലും ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നു ആ ബലി? അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഏറ്റവും വലിയ സന്തോഷത്തെ, തന്റെ ഏറ്റവും വലിയ ആനന്ദത്തെ അത് അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറായതിന്റെ ബലിയായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചതുപോലെ ഒരുപാട് കാലം സന്താനങ്ങളില്ലാതെ പ്രയാസപ്പെട്ട് പ്രാർത്ഥിച്ച് കരളുരുകി പ്രാർത്ഥിച്ച് അവസാനം നേടിയെടുത്ത ഒരു കൺമണിയെ
ആ കൺമണി തൻ്റെ കൂടെ എന്തെങ്കിലും ചെയ്യാൻ എത്തുന്ന പ്രായമെത്തിയ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയുണ്ടാവുകയാണ് സ്വപ്നത്തിലൂടെ തൻ്റെ മകനെ അല്ലാഹുവിന് വേണ്ടി ബലിയർപ്പിക്കണമെന്ന്, അറുക്കണമെന്ന്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ, അദ്ദേഹത്തിന്റെ ഭൗതിക ജീവിതത്തിൽ ഒരുപക്ഷേ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൺമണിയായിരിക്കും. ഒരുപാട് പ്രാർത്ഥിച്ച്, ഒരുപാട് ആഗ്രഹിച്ചാണ് ആ കൺമണി ലഭിക്കുന്നത്. ആ സന്തോഷത്തെയാണ്, ആ സ്വപ്നത്തെയാണ്, ആ സ്വപ്ന സാക്ഷാത്കാരത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് വേണ്ടി ബലിയർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. തന്റെ മകനോട് ചോദിക്കുന്നു, ഞാൻ എന്തു ചെയ്യണം? ആ മകൻ കൊടുക്കുന്ന മറുപടി, യാ അബതി ഇഫ്അൽ മാ തുമർ, എന്റെ പൊന്നുപ്പ, അങ്ങയോട് എന്താണോ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അത് അങ്ങേക്ക് ചെയ്യാം. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ഇൻഷാ അല്ലാഹ് നാളെ അല്ലാഹുവിന്റെ അടുക്കൽ വെച്ച് ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ നമുക്ക് പരസ്പരം കണ്ടുമുട്ടാമെന്ന് പ്രതിവദിക്കുന്ന, മറുപടി കൊടുക്കുന്ന മകന്റെ സന്ദർഭം ഒന്നാലോചിച്ചു നോക്കൂ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ മകനും അവിടെ എല്ലാ ഇഷ്ടങ്ങളെയും, ആഗ്രഹങ്ങളെയും, സ്വപ്നങ്ങളെയും, സന്തോഷങ്ങളെയും, സ്വന്തം ജീവിതത്തെ പോലും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് മുമ്പിൽ അടിയറവ് വെക്കുന്നു, അതിനു മുമ്പിൽ സമർപ്പിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ സന്ദേശമാണ്. അത് ഓർക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ബലിപെരുന്നാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാത്തിനേക്കാളും വലുത് റബ്ബായി തീരണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ബലിപെരുന്നാൾ. എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഇഷ്ടങ്ങളല്ല, എൻ്റെ ആഗ്രഹങ്ങളല്ല, എൻ്റെ സന്തോഷങ്ങളല്ല, എൻ്റെ സ്വപ്നങ്ങളല്ല, എല്ലാത്തിനേക്കാളും വലുത് അല്ലാഹുവായി തീരുന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ തലമെന്ന് ഈ ബലിപെരുന്നാളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, നമ്മൾ ആനന്ദിക്കുന്ന, സന്തോഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും ഒന്ന് അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധമായി വരികയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ സന്തോഷത്തെ മാറ്റി നിർത്താൻ എനിക്ക് സാധിക്കുന്നിടത്താണ് ഞാൻ യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ അള്ളാഹുവിന് ജീവിതത്തെ സമർപ്പിച്ച മനുഷ്യനായി, മുസ്ലിമായി തീരാൻ സാധിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ നമ്മുടെ നാവിലൂടെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ അല്ലാഹ് തക്ബീറിന്റെ, തഹ്ലീലിന്റെ, തഹ്മീദിന്റെ വചനങ്ങളും അത് അള്ളാഹുവിനെ പ്രതീകൃതിക്കുന്ന വചനങ്ങളിലെ ഏറ്റവും ധാരാളമായി നമ്മൾ അധികരിപ്പിക്കുന്ന വചനങ്ങൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നുള്ള വചനങ്ങളാണ്. അള്ളാഹുവാണ് വലിയവൻ എന്നല്ല, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ, അള്ളാഹു തന്നെയാണ് ഏറ്റവും മഹത്വമുള്ളവൻ എന്നുള്ള വചനം നമ്മൾ ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഈ ബലിപെരുന്നാളിന് ശേഷവും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ അതരവ്യായാമങ്ങൾക്കപ്പുറം നമ്മുടെ ജീവിതത്തിന്റെ നിലപാടായി കൊണ്ട് അല്ലാഹു അക്ബർ മാറിത്തീരേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഒരു വിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചതുപോലെ ആരാണോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാത സ്വീകരിച്ചിരിക്കുന്നത്, ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഖലീലായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ ഖലീൽ എന്ന്, അല്ലാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അത്രമാത്രം റബ്ബുമായി അടുക്കാൻ ആ പ്രവാചകന് സാധിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മില്ലത്തിനെ പോലും പരിചയപ്പെടുത്തുന്നത് അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്താണ്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാർഗമാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സ്വയം പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ ജീവിതത്തിൽ നിന്ന്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അദ്ദേഹത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾ അല്ലാഹുവിന് കീഴ്പ്പെടണം, സമർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞാനിതാ എന്നെ സർവ്വം അല്ലാഹുവിന് സമർപ്പിച്ചിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറായ മനുഷ്യനായിരുന്നു. ആ പ്രവാചകന്റെ ചരിത്രം നമുക്ക് അറിയാവുന്നതാണ്. തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ അദ്ദേഹം തന്റെ സ്വന്തം കുടുംബത്തെ ആരുമില്ലാത്ത മരുഭൂമിയിൽ ഒറ്റക്കാലിക്കൊണ്ട് യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ
തന്റെ സ്വന്തം മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ബലി കൊടുക്കാനുള്ള കൽപ്പനയുണ്ടായപ്പോൾ അതെല്ലാം നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നും ആലോചിച്ച് നോക്കൂ. നമുക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത, ഒരിക്കലും ചെയ്യാൻ സാധിക്കാത്ത, എങ്ങനെ ഞാൻ എൻ്റെ കുടുംബത്തെ ഒറ്റക്കാക്കിക്കൊണ്ട് എങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം മകനെ അത് ബലിയർപ്പിക്കാൻ, അങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയെല്ലാം ഒരു മനുഷ്യനും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ അള്ളാഹുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച പ്രവാചകനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ തലത്തിലേക്കാണ് നമ്മൾ പരിശ്രമിക്കേണ്ടതും ഉയരേണ്ടതും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബലികർമ്മത്തെക്കുറിച്ച് നമ്മളോട് പഠിപ്പിക്കുന്ന സമയത്ത് പോലും നമ്മളെ ഓർമ്മപ്പെടുത്തി, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഈ കർമ്മം എന്ന് പറയുന്നത്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ നിഅമത്ത് അത് ഹിദായത്താണ്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് നമുക്ക് സന്മാർഗം ലഭിച്ചു എന്നുള്ളതാണ്. ഈ ദീനിന്റെ വെളിച്ചം ലഭിക്കാത്ത, ഈ ദീനിനെ തിരിച്ചറിയാത്ത എത്രയെത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരാണ് ഈ ലോകത്തെങ്ങാനും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ ദീനിലേക്കുള്ള വെളിച്ചം, ആ ഹിദായത്ത് നമുക്ക് നൽകിയിരിക്കുന്നു. വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അത് തന്നെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഹിദായത്ത് നിങ്ങൾക്ക് ലഭിച്ചതിന്റെ പേരിൽ വലിതുകബ്ബിറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തക്ബീർ ചെയ്യണമെന്ന്, അതിനു വേണ്ടിയിട്ടാണ് ഈ കർമ്മങ്ങളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമ്മൾ ഈ നമസ്കാരത്തിന് ശേഷം കടന്നു പോകുന്നത് ബലികർമ്മത്തിലേക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സമുദായങ്ങൾക്കും ഇത്തരത്തിലുള്ള ചില ആരാധനാക്രമങ്ങൾ നിശ്ചയിച്ചിരുന്നു. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ആരാധനാ കർമ്മമാണ് ബലികർമ്മമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു സ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിശ്ചയിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ലിയദ്കുറു സ്മല്ലാഹ്, അള്ളാഹുവിന്റെ നാമത്തെ നിങ്ങൾ സ്മരിക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് റിസ്കായി നൽകിയിരിക്കുന്ന ചില കന്നുകാലികളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയർപ്പിച്ചുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചില കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ ദിവസത്തിലെ ഏറ്റവും വലിയ കർമ്മം അത് നമസ്കാരത്തിലായിരുന്നാലും, നമ്മൾ ചെയ്യുന്ന തക്ബീറിലായിരുന്നാലും, നമ്മൾ ബലി ചെയ്യുന്ന സമയത്തായിരുന്നാലും ഏറ്റവും വലിയ കർമ്മം അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് മറ്റെല്ലാം. അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ബലികർമ്മം നിശ്ചയിച്ചിരിക്കുന്നത്. അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ആദ്യമായി നമസ്കരിക്കുന്നത്. അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൈ അടുത്തു വരുന്ന 3 ദിവസങ്ങളിലടക്കം ഈ തക്ബീറിന്റെ വചനങ്ങൾ ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ കർമ്മം തക്ബീറുകളായിരിക്കണം. ഈ പള്ളിയിൽ നിന്ന് മടങ്ങിപ്പോകുന്നതോടുകൂടി നമ്മുടെ മനസ്സിൽ നിന്ന്, നമ്മുടെ നാവുകളിൽ നിന്ന് ഒതുങ്ങിപ്പോവേണ്ടതല്ല തക്ബീറിന്റെ വചനങ്ങൾ. ഇന്നും അടുത്ത 3 ദിവസങ്ങളിലുമായി അള്ളാഹുവിനെ ധാരാളമായി സ്തുതിക്കുക, അള്ളാഹുവിനെ ധാരാളമായി തക്ബീർ ചെയ്യുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. അല്ലാഹു അല്ലാതെ യാതൊരു ആരാധനയുമില്ല. ആ തൗഹീദിന്റെ വചനം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഫഇലാഹുക്കും ഇലാഹു വാഹിദ് ഫലഹു അസ്ലിമു. നിങ്ങളുടെ ഇലാഹ് അവൻ ഏകനായ ഇലാഹാകുന്നു, അവനിലേക്ക് നിങ്ങൾ സമർപ്പിക്കുക എന്ന്, അവനിലേക്ക് നിങ്ങൾ കീഴൊതുങ്ങുക എന്ന് അല്ലാഹു ഈ കാര്യത്തെ വിശദീകരിക്കുന്ന സമയത്ത് കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രവുമല്ല അല്ലാഹു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കദാലിക ലഅല്ലകും തഷ്കുറൂൻ, അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനോട് നന്ദിയുള്ള ആളുകളായി തീരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ഈ തക്ബീർ ചെയ്യുന്നതിലൂടെ, ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളിൽ നിന്ന് അള്ളാഹു പ്രതീക്ഷിക്കുന്നത് അത് ഒന്ന് അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുക, അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക. അതോടുകൂടി അള്ളാഹുവിനെ
അള്ളാഹുവിന് വേണ്ടി നന്ദി കാണിക്കുന്ന അടിമകളായി മാറിത്തീരുക, അതും കൂടിയാണ്. മാത്രവുമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ഈ ബലിയെറുക്കുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് നിങ്ങൾ അറുക്കുന്ന ഉരുവിന്റെ അതിന്റെ മാംസമോ ഇറച്ചിയോ രക്തമോ ഒന്നും തന്നെ എത്തിച്ചേരുന്നില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, പക്ഷേ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്നത് നിങ്ങളിൽ നിന്നുള്ള സൂക്ഷ്മതാബോധമാണ്, നിങ്ങളിലുള്ള തഖ്വയാണ്. ആ തഖ്വ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ആ തഖ്വയാണ് നമ്മുടെ മനസ്സിലും ജീവിതത്തിലും ഉണ്ടായിരിക്കേണ്ടത്. ആ രീതിയിലാണ് ഈ കർമ്മങ്ങളെയെല്ലാം ഈ ദീൻ ക്രമീകരിച്ചിരിക്കുന്നതും നമ്മളത് പ്രവർത്തിക്കേണ്ടതും. അതുകൊണ്ട് ധാരാളമായി തക്ബീറിന്റെയും തഹ്മീദിന്റെയും വചനങ്ങൾ നമ്മൾ ഉരുവിടുക, നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഭൗതിക ചടങ്ങുകൾ മാത്രമായി കൊണ്ട് നമ്മുടെ ഈ പെരുന്നാളിന്റെ ദിവസങ്ങൾ ഒതുങ്ങിപ്പോകാതെ അള്ളാഹുവിനെ സ്തുതിക്കുന്ന ദിവസങ്ങളായിക്കൊണ്ടുകൂടി ഈ ദിവസത്തെ മാറ്റി തീർക്കുക. മാത്രവുമല്ല ഈ ദിവസത്തെ ഈ ദീൻ നിശ്ചയിച്ചിരിക്കുന്നത് അത് നമുക്ക് ഭക്ഷണപാനീയങ്ങൾക്ക് മേലുള്ള ഒരു ആഘോഷം കൂടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ബലിയെറുക്കുന്ന മൃഗത്തിൽ നിന്ന് അതിന്റെ ഇറച്ചിയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക, അത് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പെരുന്നാളിന്റെ ദിവസത്തെയും ഇതിനുശേഷം കടന്നു വരുന്ന അയ്യാമു തശ്രീഖിന്റെ ദിവസത്തെയും നമ്മളെ പഠിപ്പിക്കുന്നത് അയ്യാമുൽ അക്ലി വശറബ്, തീറ്റയുടെയും ഭക്ഷണം കഴിക്കാനും കുടിക്കാനുമുള്ള ഭക്ഷണപാനീയങ്ങളുടെ ദിവസങ്ങളാണ് ആയിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാംസാഹാരത്തെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദർഭം കൂടിയായിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസത്തെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ പരസ്പരം ഈദിന്റെ സന്ദേശങ്ങൾ കൈമാറുക. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും, അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബികളിൽ നിന്ന് അവരെ പരസ്പരം കൈമാറിയ ഈദിന്റെ സന്ദേശമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാഹു എന്നിൽ നിന്നും നമ്മളിൽ നിന്നും നിങ്ങളിൽ നിന്നുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയുടെ വചനങ്ങളാണ് നമ്മൾ പരസ്പരം കൈമാറേണ്ടത്. അങ്ങനെ സന്തോഷിക്കുക, ആ സന്തോഷം മറ്റുള്ള ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് മനസ്സുകളിലേക്ക് എത്തിക്കുക. ഈ പെരുന്നാളിന്റെ ദിവസം പോലും പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, രോഗശീലയിലായി കൊണ്ടിരിക്കുന്ന, പലതരത്തിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഈ പെരുന്നാളിന്റെ വെളിച്ചം കടന്നു ചെല്ലാത്ത വീടുകളിലേക്ക് കൂടി നമ്മൾ നമ്മുടെ സന്തോഷത്തെ, ആനന്ദത്തെ പ്രവേശിപ്പിക്കുക. എല്ലാ മനുഷ്യരും ഈ ദിവസം, ഈദിന്റെ ദിവസം സന്തോഷിക്കട്ടെ, ആനന്ദിക്കട്ടെ. അവർക്കാർക്കും ഇന്ന് ഒരു മുസ്ലിമും പട്ടിണി കിടക്കാത്ത രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആഘോഷത്തെ നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മൾ അറുക്കുന്ന ഉരുവിന്റെ മാംസത്തെ എല്ലാവരുടെയും വീടുകളിലേക്ക് എത്തിക്കുക. അതിലേക്ക് പങ്കെടുക്കാൻ സാധിക്കാത്തതുമായ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം, പട്ടിണി പാവങ്ങൾ ഉണ്ടായിരിക്കാം. അവരുടെ വീടുകളിലെല്ലാം ഇന്ന് മാംസാഹാരത്തിന്റെ സന്തോഷമെങ്കിലും ഉണ്ടാവുമെന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തുന്നുണ്ട്. അതിന്റെ സംവിധാനങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് സന്തോഷം അനുഭവിക്കാത്ത ഒരു വ്യക്തി പോലും നമ്മുടെ പരിചയത്തിൽ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തുക. സാധിക്കുന്നത്ര ആളുകളിലേക്ക് ഏതെല്ലാം മാർഗങ്ങളാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്, ഒന്ന് ഫോൺ വിളിച്ചെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ആ സ്നേഹം അറിയിക്കുകയും ആ സന്തോഷം അറിയിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. മാത്രവുമല്ല ഈ ദിവസത്തിൽ പോലും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ, പിണക്കങ്ങൾ ആരുടെയെങ്കിലും ഇടയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒത്തുതീർക്കാനുള്ള, അതെല്ലാം മാറ്റിത്തീർക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ബലിപെരുന്നാൾ. നമ്മൾ ഒരാളുമായി തെറ്റി നിൽക്കുകയാണ്, ഇന്ന് പെരുന്നാളിന്റെ ദിവസം നമ്മൾ പോയി ഒന്ന് സലാം പറഞ്ഞാൽ, ഒന്ന് ഈദിന്റെ സന്ദേശം കൈമാറിയാൽ അതിനെ തടുക്കാനുള്ള ഒരു മനക്കട്ടിയൊന്നും ഒരു മനുഷ്യനും ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കറിയാവുന്നതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, പരസ്പരം പിടങ്ങി നിൽക്കുന്ന, തെറ്റി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന്റെ മലക്കുകളോട് പറയുമെന്നാണ്, അവർ രണ്ടുപേരും നേരെയാകുന്നതുവരേക്കും അവരുടെ കാര്യം നോക്കിക്കോ, അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ലെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സൃഷ്ടികൾക്കിടയിലുള്ള പ്രയാസങ്ങൾ, പിണക്കങ്ങൾ അത് തീർത്തതിനു ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കർമ്മങ്ങൾ പോലും സ്വീകരിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ബന്ധങ്ങൾ ചേർക്കേണ്ടത് നിലനിൽക്കുന്ന ബന്ധങ്ങളെ മാത്രമല്ല,
അറ്റുപോയ മുറിഞ്ഞു പോയ ബന്ധങ്ങളെ കൂടിയാണെന്ന് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എല്ലാ തരത്തിലുമുള്ള കർമ്മങ്ങൾ സ്വീകരിക്കുകയും നമ്മളിടയിലുള്ള എല്ലാ പിണക്കങ്ങളും പ്രയാസങ്ങളും എല്ലാം തീർക്കുകയും ചെയ്യുമാറാവട്ടെ. അതേപോലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കാലത്തും എവിടെയും ജീവിക്കാൻ യാതൊരു ഭയത്തിന്റെയും ആവശ്യമില്ല. പല രീതിയിലുള്ള ഭയങ്ങൾ നമ്മളെ പിടികൂടുന്നുണ്ട്. നാം ഓർമ്മിക്കേണ്ട ഒരൊറ്റ വചനം, അള്ളാഹു നൽകിയിരിക്കുന്ന നിർഭയത്വമാണ് ഏറ്റവും വലിയ നിർഭയത്വം. അള്ളാഹുവിന്റെ പ്രതാപമാണ്, അള്ളാഹു നൽകുന്ന പ്രതാപം മാത്രമാണ് ഏറ്റവും വലിയ പ്രതാപം. അള്ളാഹുവിനെ സഹായിക്കുന്ന ആളുകൾ നിശ്ചയമായും അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. ആ ബോധ്യവും ബോധവും ഏത് കാലത്തും ജീവിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും മനസ്സിന്റെ ഉള്ളിൽ സദാസമയം ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തോടുകൂടി ഈ നാട്ടിൽ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് വന്നു പോയിരിക്കുന്ന എല്ലാ തരത്തിലുമുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളുടെ കർമ്മങ്ങളിൽ വന്നു പോയിരിക്കുന്ന വീഴ്ചകൾ അത് പുറത്തു തരികയും ഞങ്ങളുടെ കർമ്മങ്ങൾ ഏറ്റവും ഉന്നതമായ തലത്തിൽ നിന്റെ അടുക്കൽ സ്വീകരിക്കുകയും ചെയ്യണേ റബ്ബേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈദിന്റെ ദിവസം പ്രത്യേകം പ്രോത്സാഹിപ്പിച്ച കർമ്മമാണ് ധാരാളമായി സദഖ ചെയ്യുക എന്നുള്ളത്. ഇന്നത്തെ ഈ പള്ളിയിൽ എടുക്കുന്ന കളക്ഷൻ നമ്മുടെ ഈ പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതും അതേപോലെ ഈലാഫിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുമുള്ളതാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ കൂടി ധാരാളമായി സഹകരിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രാവർത്തികമാക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ പെരുന്നാൾ സുദിനത്തിലുള്ള സദഖകൾ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എല്ലാ തരത്തിലുമുള്ള കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.